അല്ലേ? ഫസ്റ്റ് തോട്ട് മൈൻഡിൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ഒന്നുമല്ല നമുക്ക് വരണേ. ഫസ്റ്റ് വരുന്ന തോട്ട് ഏതാണ്? ലേറ്റ് ആയല്ലോ, വൈകിപ്പോയല്ലോ. പിന്നെ ചാടി എഴുന്നേക്കും. ചാടി എഴുന്നേറ്റിട്ട് സ്വയം വർക്കിംഗ് ആണെങ്കിൽ തനിക്ക് ഓഫീസിൽ പോകണം, വീട്ടിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യണം, കുട്ടികളെ നോക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, ബാക്കി എന്തെല്ലാം ചെയ്യാനുണ്ടോ അതെല്ലാം തിരക്ക് പിടിച്ചത്. അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഒന്നുമെല്ലാം ചോദിച്ചാലോ കഴിഞ്ഞു, അവർക്ക് അന്നത്തെ ദിവസം ഓണാണ് അല്ലേ? കാരണം എന്താ, നമുക്ക് സമയമില്ല അവരോട് സംസാരിക്കാം. അവരെന്തെങ്കിലും വന്നൊരു ഡൗട്ട് ചോദിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ വന്നാലോ നമുക്ക് സമയമില്ല. എന്തുകൊണ്ട് സമയമില്ല? ഞാൻ വൈകിയാണ് എഴുന്നേറ്റെ. സമയമില്ലാഞ്ഞിട്ടല്ല. രാവിലെ എനിക്ക് 4 മണിക്ക് എഴുന്നേക്കാം, 5 മണിക്ക് എഴുന്നേക്കാം, സമയമുണ്ട്. പക്ഷെ ഞാൻ വൈകി, അതുകൊണ്ട് കുട്ടിയോട് എനിക്ക് ദേഷ്യം വരുമല്ലോ ആ സമയത്ത് ചോദിച്ചാൽ. അല്ലെ മറ്റാരെങ്കിലും വന്ന് ചോദിച്ചാൽ എനിക്ക് ആ സമയത്ത് ആൻസർ ചെയ്യാൻ സമയമില്ല. അപ്പം നമ്മൾ പറയും എനിക്ക് സമയമില്ല, ഞാൻ വളരെ ബിസിയാണ്. അത് സമയമില്ല എന്നുള്ളത് റൈറ്റ് അല്ല. പക്ഷെ ഞാൻ വൈകിപ്പോയി എഴുന്നേൽക്കാൻ ഞാൻ വൈകിപ്പോയി, അതാണ് റൈറ്റ്. പക്ഷെ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറില്ല. മറിച്ച് നമ്മുടെ തിങ്കിങ് എന്താണ്? സമയമില്ല. പക്ഷെ റിയാലിറ്റി എന്താണ്? വാസ്തവികത എന്താണ്? ഞാൻ വൈകി എഴുന്നേറ്റു എന്നുള്ളതാണ് റിയാലിറ്റി. പക്ഷെ ആ റിയാലിറ്റിയെ റിയലൈസ് ചെയ്യാതെ നമ്മൾ ഏതിനെ കുറ്റപ്പെടുത്താണ്? സമയത്തെ കുറ്റപ്പെടുത്താണ്. എക്സ്ക്യൂസസ് ആണ്, നമുക്ക് ഒഴിവുകളാണ്. അപ്പോൾ പിന്നെ കുട്ടികളോട് നമുക്ക് ദേഷ്യം വരും ആ സമയത്ത്. ഇനി ഈ ടെൻഷനിൽ ഓരോന്ന് ചെയ്ത് ചിലപ്പോൾ ഉപ്പിടും, ചിലപ്പോൾ ഉപ്പിടില്ല, അല്ലെങ്കിൽ എരിവിടും, അല്ലെങ്കിൽ കൂടിപ്പോവും. ഈ ടെൻഷനോട് കൂടി നമ്മൾ ആഹാരം പാകപ്പെടുത്തും. ചിലപ്പോൾ സ്റ്റൗ ഓൺ ചെയ്യും, ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും, ചിലപ്പോൾ കരിഞ്ഞു പോവും. അതിൻ്റെ ഇടയിൽ ആ ദേഷ്യത്തിൽ നമ്മളിതെല്ലാം ടെൻഷനിൽ സ്ട്രെസ്സിൽ ചെയ്യും. അതേ സ്ട്രെസ്സോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് പോകും. ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്ട്രെസ്സ് എവിടെ കാണിക്കും? ഓഫീസിൽ ആര് നമ്മുടെ മുന്നിൽ വരുന്നോ, താഴെയുള്ളവരാകട്ടെ മേലെയുള്ളവരാകട്ടെ, നമ്മുടെ സ്ട്രെസ്സ് നമ്മൾ അവരുടെ അടുത്തേക്ക് ഇറക്കി. ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ ഉടനെ ഈ സ്ട്രെസ്, ഈ ഭാരം, ഇത് നമ്മൾ അവരുടെ അടുത്തേക്ക് കാണിക്കാൻ തുടങ്ങും. സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? രാവിലെ ഉണ്ടായ ഒരു തോട്ട്, ഫസ്റ്റ് സങ്കല്പം, എഴുന്നേറ്റ സമയത്തുണ്ടായ ആദ്യത്തെ തോട്ട് എന്താണ്? ഞാൻ ലേറ്റ് ആയിപ്പോയി, ഞാൻ എഴുന്നേറ്റത് ലേറ്റ്. ആ തോട്ടിൽ നിന്ന് ആരംഭിച്ച് ത്രൂ ഔട്ട് ദ ഡേ സംഭവിക്കുന്നത് എന്താണ്? ഫുൾ ഡേ ആ സ്ട്രെസ്സും വെച്ചുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ആ സ്ട്രെസ് ലോഡാണ് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നമ്മുടെ ബിഹേവിയറിലൂടെ കാണിക്കണം. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടേ സമയമില്ലായികയല്ല, മറിച്ച് ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ എനിക്ക് വീട്ടുകാര്യം ചെയ്യാൻ സമയമുണ്ട്, കുട്ടികളോടും സംസാരിക്കാൻ സമയമുണ്ട്, ബാക്കി ഇതെല്ലാം ചെയ്തതിന് ശേഷം റിലാക്സായ മൈൻഡോടുകൂടി എനിക്ക് ഓഫീസിലേക്കും പോകാം. ആ റിലാക്സ്ഫുൾ മൈൻഡോട് കൂടിയിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് പോകുന്നതെങ്കിൽ മര്യാദപൂർവ്വം അവിടെ എനിക്ക് ബിഹേവ് ചെയ്യാനും കഴിയും. അപ്പം അതുകൊണ്ട് ചേഞ്ച് എവിടെ കൊണ്ടുവരണ്ടേ? സമയത്തിലാണോ ചേഞ്ച് കൊണ്ടുവരേണ്ടത്? ആരിൽ ചേഞ്ച് കൊണ്ടുവരണം? നമ്മളിൽ, എന്നിൽ അല്ലേ? സിംഗുലറാണ് ബെസ്റ്റ്. എന്നിലാണ് കൊണ്ടുവരേണ്ടത്. ഞാനാണ് മാനേജ് ചെയ്യേണ്ടത്. ഞാൻ എന്നെയാണ് മാനേജ് ചെയ്യേണ്ടത്, ടൈമിനെയല്ല മാനേജ് ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് നമ്മൾ എത്ര മാനേജ്മെന്റ് ടോപ്പിക്കാ? ടൈം മാനേജ്മെന്റ്, ആങ്കർ മാനേജ്മെന്റ് അല്ലേ? ഈ മാനേജ്മെന്റുകളെല്ലാം ചേർന്ന ഒരൊറ്റ മാനേജ്മെന്റേ ഉള്ളൂ. ഏതാണ്? സെൽഫ് മാനേജ്മെന്റ്. സെൽഫിനെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ആൾക്ക് ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റും, ആങ്കറിനെ മാനേജ് ചെയ്യാൻ പറ്റും, മാർക്കറ്റും മാനേജ് ചെയ്യാൻ പറ്റും, മണിയും മാനേജ് ചെയ്യാൻ പറ്റും, ബിഹേവിയറും മാനേജ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്? ഇതെല്ലാം സെൽഫ് ഡിപ്പെൻഡഡ് ആണ്. എന്നെ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, എൻ്റെ ബിഹേവിയർ എന്താണ്, അതിനെ ആശ്രയിച്ചിരിക്കുകയാണ്. സോ ചേഞ്ച് എവിടെ നിന്ന് കൊണ്ടുവരണം? സെൽഫിൽ നിന്ന്. സോ മാനേജ് ചെയ്യേണ്ടത് ആരെയാണ്? സെൽഫിനെയാണ്. സെൽഫ് മാനേജബിൾ ആയി കഴിഞ്ഞാൽ ടൈം ഓട്ടോമാറ്റിക്കലി നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് റിയലൈസ് ചെയ്യേണ്ട വസ്തുത അതാണ്. സെൽഫ് മാനേജ്മെൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം സെൽഫ് മാനേജ്മെൻറ്റ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിക്ക് തൻ്റെ വീടിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല, കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റില്ല, തൻ്റെ പ്രൊഫഷനിലും മാനേജ് ചെയ്യാൻ കഴിയില്ല. എല്ലാ ലെവൽസിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഫെയിലിയർ ആയിപ്പോവും. അപ്പം അതുകൊണ്ട് ടോട്ടൽ സക്സസ് ലൈഫിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് മാനേജ്മെൻറ്റ് പഠിക്കണം, സെൽഫ് മാനേജ്മെൻറ്റ്. പക്ഷേ ഈ മാനേജ്മെൻറ്റ് വിട്ടിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാ മാനേജ്മെൻറ്റും പഠിച്ചുകൊണ്ടിരിക്കണം. അതിന് എത്ര ഫീസ് കൊടുത്ത് പഠിക്കാനും നമ്മൾ റെഡിയാണ്, അതിനുവേണ്ടി എത്ര സമയം മാറ്റിവെക്കാനും റെഡിയാണ്. പിന്നെ ഞാൻ തന്നെയല്ലേ വീട്ടിൽ പോയാൽ പഴയ ആൾ തന്നെയാണല്ലോ, ഞാൻ തന്നെയല്ലേ മാനേജ് ചെയ്യേണ്ട ആൾ, ഞാൻ തന്നെയാണ് അല്ലേ? അപ്പം ഞാനിതുവരെ മാറണില്ലേ, എനിക്ക് ബാക്കിയൊന്നിനെ മാറ്റിയെടുക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ
മാഷന്മാർ കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. കഥ ഒരിക്കലും നടന്ന ഒരു സംഭവമാണ്. ഒരു ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ ആ ടീച്ചർക്ക് മാനേജ് ചെയ്യണം. അപ്പം ആ സമയത്ത് ടീച്ചറിന് എന്തോ കുറച്ച് അത്യാവശ്യ വർക്കുണ്ട്, ക്ലാസ്സിലിരുന്ന് ചെയ്യണം. അപ്പം ടീച്ചർ എന്ത് ചെയ്തു, ഒരു മാപ്പ്, വേൾഡ് മാപ്പ് പീസായിട്ട് അവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് കുട്ടികളോട് അത് റീഅറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അത് റീഅറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി കുട്ടികൾ എങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും അത് റീഅറേഞ്ച് ചെയ്യാൻ കഴിയണില്ല. പക്ഷെ ഒരു മിടുക്കനായ വിദ്യാർത്ഥി അത് റീസെറ്റ് ചെയ്തു. അപ്പോൾ അധ്യാപകൻ ഈ കുട്ടി എങ്ങനെ ഇത് ചെയ്തു? ആളെ വിളിച്ച് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത് ചെയ്തത്? വേൾഡ് മാപ്പല്ലേ, പീസ് ആയി കഴിഞ്ഞാൽ റീഅറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ കുട്ടി അത് തിരിച്ചു കാണിച്ചു കൊടുത്തു. തിരിച്ചു വെച്ചപ്പോൾ ഒരു മനുഷ്യൻ്റെ ചിത്രമായിരുന്നു. കുട്ടി എന്ത് ചെയ്തു, കൈയുടെ സ്ഥാനത്ത് വെച്ചു, കാലിൻ്റെ സ്ഥാനത്ത് വെച്ചു, വ്യക്തിയുടെ ചിത്രം സെറ്റ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സെറ്റായി, ബാക്ക് സൈഡ് മാപ്പ് സെറ്റായി. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ വ്യക്തിയുടെ മാനേജ്മെൻറ്റ്, വ്യക്തിയുടെ റീസെറ്റിംഗ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ, റീസെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് സമയത്തെ മാനേജ് ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു റിയലൈസേഷൻ ആണ് ഉണ്ടാകേണ്ടത്. ഞാൻ എന്നെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സമയത്തെ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാന വസ്തുത, നമുക്ക് നമ്മളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ, സെൽഫ് മാനേജ്മെൻറ്റ് വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രസൻറ്റിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇന്നിൽ ജീവിക്കാൻ പഠിക്കുക. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് കൂടുതൽ ഏതിലാണ്? പാസ്റ്റിലും ഫ്യൂച്ചറിലാണ്. അതിലൊരു റിസർച്ചിൽ നടത്തിയിട്ട് ഗവേഷണത്തിൻ്റെ റിസൾട്ട് പറയുന്നുണ്ടായിരുന്നു, ഒരു വ്യക്തിയുടെ സമയത്തിൻ്റെ, ഒരു ദിവസത്തിൻ്റെ സമയത്തിൻ്റെ 85% വ്യക്തി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിലാണ്. 10% ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്ഷൈറ്റിയാണ്. ബാക്കി 5% മാത്രമേ ഇന്നത്തെ സമയത്ത് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 95% ഈ രീതിയിൽ സമയം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, വ്യർത്ഥാക്കിക്കൊണ്ടിരിക്കുക. അപ്പം സമയത്തിൻ്റെ വേസ്റ്റേജ് നമ്മൾ മാറ്റിയാൽ മാത്രം മതി. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ടൈം മാനേജ്മെൻ്റ് അർത്ഥം സമയത്തെ സദുപയോഗം ചെയ്യാൻ പഠിക്കുക, സമയത്തെ സഫലമാക്കാൻ നമ്മൾ പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ സമയത്തെ സദുപയോഗം ചെയ്യാതെ നമ്മുടെ കയ്യിലാണ്, എൻ്റെ കയ്യിലാണ്. എനിക്ക് രാവിലെ ഉണർന്നെഴുന്നേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ കയ്യിലാണ്. ഇത് നിങ്ങൾ ചിലപ്പം ഒരു റൈറ്റിങ്സ് വായിച്ചിട്ടുണ്ടാവും. ടൈം ഫ്ലൈ എവേ ലൈക്ക് എ പ്ലെയിൻ, ബട്ട് ഹൂ ഈസ് ദ പൈലറ്റ്? യു ആർ ദ പൈലറ്റ്. അപ്പം അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? പൈലറ്റിന് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. സമയം നമ്മുടെ ക്രിയേഷൻ മാത്രമാണ്. നമ്മളാണ് ക്രിയേറ്റർ, ഞാനാണ് ക്രിയേറ്റർ. എൻ്റെ സമയത്തിൻ്റെ ക്രിയേറ്റർ ഞാനാണ്. സമയം എന്ന് പറഞ്ഞാൽ അതൊരു ജഡവസ്തുവാണ്. പക്ഷെ ഞാനാണെങ്കിലോ ഐ ദ ബീയിങ്, ഞാനാണ് ബീയിങ്. സമയത്തിന് സ്വയം ജീവനില്ല. ജീവൻ ആർക്കാ ഉള്ളത്? എനിക്കാണ്. ഞാനാണ് ചേതന. നമ്മളെ ഹ്യൂമൻ ബീയിങ് എന്നല്ലേ പറയണേ. അപ്പോൾ സമയം ആകുന്ന ജഡവസ്തുവിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? ബീയിങ് ആയിട്ട് നമ്മളാണ്, അല്ലേ? അപ്പം ആ ജഡവസ്തുവിനെ യൂസ് ചെയ്യാൻ ചൈതന്യമായിട്ടുള്ള ഞാനാണ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് എനിക്കതിനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടേ, ബീയിങ് ആയിട്ടുള്ള നമ്മൾ, ഹ്യൂമൻ ബീയിങ് എന്നല്ലേ നമ്മളെ പറയണേ. അപ്പം നമ്മളിത് രണ്ടും ഉണ്ട്. നമ്മളിലൊരു ഹ്യൂമസ് പാർട്ടും ഉണ്ട്, ഒരു ബീയിങ് പാർട്ടും ഉണ്ട്. നമ്മളിലെ ഹ്യൂമസ് പാർട്ട് ഏതാണ്? ഹ്യൂമസ് എന്നുള്ള വേർഡ്, ഈ ഹ്യൂമസ് പാർട്ട്, ഹ്യൂമസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് അത് ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നതാണ്. അത് സോയിൽ എന്ന് പറയും. സോയിൽ പ്ലസ് സോൾ. ഹ്യൂമസ് മീൻസ് സോയിൽ. സോയിൽ പ്ലസ് സോൾ ഈസ് ഈക്വൽ ടു ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയണത്. അപ്പം നമ്മളിൽ ഈ ഹ്യൂമസ് പാർട്ടുണ്ട്, ബോഡി. അതേപോലെ നമ്മളിലൊരു ബീയിങ് പാർട്ടുണ്ട്. നമ്മളിലെ ബീയിങ് പാർട്ടാണ് സോൾ. സോ സോയിൽ പ്ലസ് സോൾ ഈസ് ഈക്വൽ ടു ഹ്യൂമൻ ബീയിങ്. അപ്പം നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. നമ്മളിലാണ് ബീയിങ് ഉള്ളത്. ഞാനാണ് ബീയിങ്. അപ്പം ഞാൻ ബീയിങ് ആയിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സമയം എന്ന് പറയുന്നത് എൻ്റെ ക്രിയേഷൻ മാത്രമാണ്. എനിക്ക് എൻ്റെ മുന്നിൽ സമയത്തെ ഏത് രീതിയിൽ വേണമെങ്കിലും സദുപയോഗവും ചെയ്യാം, ദുരുപയോഗവും ചെയ്യാം. അപ്പം നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്താൽ മതി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ സമയത്തെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒരു ദിവസത്തിൻ്റെ ഫുൾ ഡേ, ഒരു ദിവസം മാത്രം,
ഡെയിലി ചെയ്തില്ലെങ്കിലും പോലും ഒരു ദിവസം മാത്രം നമ്മൾ നമ്മളെ വാച്ച് ചെയ്ത് നോക്കൂ. ഒരു ഫുൾ ഡേ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ബെഡിൽ പോയി ഇരുന്നിട്ട് രാവിലെ ഉണർന്നത് മുതൽ വൈകുന്നത് വരെയുള്ള നമ്മുടെ ഒരു ദിവസത്തിന്റെ ചാർട്ട് വാച്ച് ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് അറിയാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും സമയത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ, സമയത്തിന്റെ ദുരുപയോഗം നമ്മൾ എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണം. കാരണം ചെക്കിങ്ങിൽ ഇത് മൂന്നും വരും. സമയത്തിന്റെ ഉപയോഗമാണെങ്കിലും ദുരുപയോഗമാണെങ്കിലും 3 തരത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. ഒന്ന് നമ്മുടെ തിങ്കിങ്, രണ്ടാമത്തത് നമ്മുടെ വേർഡ്സ്, മൂന്നാമത്തത് നമ്മുടെ ആക്ഷൻ, അല്ലെ, ഡീഡ്സ്. യെസ്. അപ്പൊ ഈ 3 കാര്യങ്ങളിൽ ഏത് തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കണേ, ഏത് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കണേ, അതിനനുസരിച്ചറിയാം ഫുൾ ഡേ ഞാൻ സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ സമയത്തിലെ എങ്ങനെ ദുരുപയോഗം ഉണ്ടായി. ഒരു ദിവസത്തിന്റെ ചാർട്ട് മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കിക്കോളൂ. അത് തന്നെയാണ് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ ഒരു ദിവസം ചെക്ക് ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങനെയില്ല ഒരു ദിവസം ഞാൻ നല്ലതാ, ഇനി നാളെ മുതൽ ഞാൻ, ചില ദിവസം നമ്മൾ ചില വിശേഷ ദിവസങ്ങളിൽ കണ്ടിട്ടില്ല ആൾക്കാർ പ്ലഡ്ജ് ചെയ്യും, ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും, ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും. സങ്കല്പം എടുക്കുന്ന സമയത്ത് എടുക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അതേ വീണ്ടും പഴയ ആൾ തന്നെ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പം നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുകയാണ്. ശരീരം കൊണ്ട് നമ്മളിവിടെ എല്ലാവരും ഇവിടെ പ്രസന്റ് ആണ്. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ എത്ര പേര് ഇവിടെ പ്രസന്റ് ആണ്? ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം? അമേരിക്കയിലും പോകാം, റഷ്യയിലും പോകാം. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലെ കാര്യവും ചിന്തിക്കാം, നാട്ടിലെ കാര്യവും ചിന്തിക്കാം, അല്ലേ? മനസ്സുകൊണ്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം. അപ്പോൾ നമ്മുടെ തിങ്കിങ് പാറ്റേൺ ഏത് തരത്തിലാണോ പോയിക്കൊണ്ടിരിക്കണേ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫ് സിസ്റ്റം. ടോട്ടൽ ലൈഫിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ തിങ്കിങ് സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണ്. എൻ്റെ ക്വാളിറ്റി ഓഫ് തോട്ട് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശ്രീ അബ്ദുൽ കലാം അദ്ദേഹം പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുട്ടികളോടെല്ലാം സംസാരിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും എന്താ പറയുക, വലിയ ഡ്രീംസ് കാണും, വലിയ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ വലുതായിരിക്കണം. അർത്ഥം എന്താണ്? ഉയർന്ന ശ്രേഷ്ഠമായ സ്വപ്നങ്ങൾ കാണും. അർത്ഥം ഉയർന്ന ലക്ഷ്യം വയ്ക്കൂ, അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യൂ, അപ്പം ലക്ഷ്യത്തിലെത്തിച്ചേരും. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൻ്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത്. രാവിലെ ഉണരുന്നത് മുതൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എങ്ങനെയുള്ള വിചാരങ്ങളാണോ വന്നുകൊണ്ടിരിക്കുന്നത് ആ വിചാരങ്ങളാണ് വ്യക്തിയെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തി എന്ന് പറയുന്നത്, വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വിചാരങ്ങൾക്കനുസരിച്ചാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ മാത്രം നമ്മുടെ ചിന്തകൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കൂ. 1 മണിക്കൂറിൻ്റെ മാത്രം ചെക്ക് ചെയ്ത് നോക്കൂ. ഏത് തരത്തിലുള്ള, ഏത് ക്വാളിറ്റി ഓഫ് തോട്ടാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിൽ എത്ര വരാറുണ്ട്? ഇപ്പം സിസ്റ്റർ നിങ്ങളോട് പറയാം, 1 മിനിറ്റ് സൈലൻ്റ് ആയിട്ടിരിക്കും, ഒന്നും ചിന്തിക്കേണ്ട. എത്ര പേർക്ക് ഇരിക്കാൻ കഴിയും? ഇരുന്ന് നോക്കൂ. 1 മിനിറ്റ് ഒന്നും ചിന്തിക്കേണ്ട. അത് കേട്ടാൽ തന്നെ ആദ്യം തോട്ട് എന്ത് വരും? സിസ്റ്റർ തന്നെ ഒന്നും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞതല്ലേ, അങ്ങനെ എങ്ങനെ ഇരിക്കാൻ പറ്റും? അതിൽ നിന്ന് തുടങ്ങും നമ്മുടെ ചിന്തകൾ, അല്ലേ? അതേസമയം 1 മിനിറ്റ് നിങ്ങൾ എന്ത് വേണമെങ്കിലും സംസാരിച്ചോളൂ എന്ന് പറഞ്ഞാലോ, എന്ത് വേണമെങ്കിലും ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും ചിന്തിച്ച് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷെ 1 മിനിറ്റ് സൈലൻ്റ് ആയിട്ടിരിക്കൂ, 1 മിനിറ്റ് തിങ്ക് ചെയ്യാതിരിക്കൂ പറഞ്ഞാൽ, തിങ്ക് ചെയ്ത് വായികൊണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കും, പക്ഷെ മനസ്സുകൊണ്ട്, മനസ്സിൻ്റെ മൗനം നമുക്ക് കഴിയണില്ല. മനസ്സിൽ ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സില്ല. മനസ്സിൻ്റെ പ്രത്യേകതയാണ് അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. മനസ്സിന് ചിന്ത വരും. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? സെൽഫിനെ മാനേജ് ചെയ്യുക. അർത്ഥം നമ്മുടെ ചിന്തകളെ മാനേജ് ചെയ്യുക എന്നുള്ള. ചിന്തകളെ നമുക്ക് സപ്രസ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ നമ്മുടെ തോട്ട്സിനെ നമുക്ക് മാനേജ് ചെയ്യാം. എങ്ങനെ മാനേജ് ചെയ്യാം? നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റാം, വേസ്റ്റിനെ ബെസ്റ്റാക്കി മാറ്റാം. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു ദിവസം തന്നെ നോക്കൂ, നമ്മൾ ഓരോരുത്തരും രാവിലെ മുതൽ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ ഓരോ ചിന്തകൾ, അല്ലെങ്കിൽ നമ്മൾ ഈ വായിക്കൊണ്ട് പറഞ്ഞ ഓരോ വാക്കുകൾ, വർത്തമാനങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര പോസിറ്റീവ് നമ്മളിൽ നിന്ന് വരുന്നുണ്ട്, എത്ര നെഗറ്റീവ് നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എത്ര വേസ്റ്റ് നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എത്ര നെസസറി തോട്ട്സ് ആൻഡ് വേർഡ്സ് നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. ഈ 4 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകൾ ഈ 4 തരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിന്തയാണെങ്കിലും വാക്കാണെങ്കിലും കർമ്മവും ഈ 4 കാറ്റഗറിയാണ്: പോസിറ്റീവ്, നെഗറ്റീവ്,
വേസ്റ്റ്, നെസസറി. എത്ര നെസസറി തോട്ട്സ് നമ്മളിൽ വരുന്നുണ്ട്. നെസസറി തോട്ട്സ് മീൻസ് നമ്മുടെ റെഗുലർ റുട്ടീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ റെഗുലർ റുട്ടീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ടു മച്ച് ആകുമ്പോൾ അത് ഏതിലേക്ക് പോകും? വേസ്റ്റിലേക്ക് പോകും. ബാക്കി നെഗറ്റീവ്, പോസിറ്റീവ്, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളെല്ലാവരും അനുഭവികളാണ്. നെഗറ്റീവ് തോട്ട്സ്, വേസ്റ്റ്, ഈ 4 തരത്തിലുള്ളതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്? സത്യമായിട്ട് നമ്മളെ ഒബ്സർവ് ചെയ്യാണ് പറയുകയാണെങ്കിൽ വേസ്റ്റ്, നെഗറ്റീവ് അല്ലേ? വേസ്റ്റും നെഗറ്റീവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? നെറ്റ് റിസൾട്ട് എന്താവും? തോട്ട്സ് ആണല്ലോ ബീജം ആണ്. ബീജത്തിനനുസരിച്ചിരിക്കും വൃക്ഷം അല്ലേ? അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു വൃക്ഷം പോലെയാണ്. ഈ ജീവിതമാകുന്ന വൃക്ഷത്തിൻ്റെ ബീജമാണ് തോട്ട്. അപ്പം നമ്മുടെ ക്വാളിറ്റി ഓഫ് തോട്ടിനനുസരിച്ചിരിക്കും ക്വാളിറ്റി ഓഫ് ലൈഫ്. അത് വാക്കാണെങ്കിലും ബാക്കി കർമ്മമാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും. അപ്പോൾ ആ ക്വാളിറ്റിയുടെ ലെവൽ എന്താണ്, ക്വാളിറ്റി ഓഫ് തോട്ട്സ് എന്താണോ, വേർഡ്സ് എന്താണോ, നമ്മുടെ ഡീഡ്സ് എങ്ങനെയുള്ളതാണോ, ബിഹേവിയർ, അതിനനുസരിച്ച് നമ്മുടെ ബിഹേവിയർ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ടോട്ടൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് തോട്ട് എത്രത്തോളം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നോ, പോസിറ്റീവ് തോട്ട്സ് എത്ര കൂടുതൽ കൊണ്ടുവരാൻ കഴിയുന്നോ, അതിനനുസരിച്ച് മാത്രമേ പോസിറ്റീവ് ഫീലിങ്സ് നമുക്കുണ്ടാകുള്ളൂ. കാരണം തോട്ട്സാണ് ഫീലിങ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫീലിങ്സിനനുസരിച്ചാണ് ആറ്റിറ്റ്യൂഡ് വന്നുകൊണ്ടിരിക്കുന്നത്. ആറ്റിറ്റ്യൂഡിനനുസരിച്ചാണ് നമ്മൾ ആക്ഷനിലേക്ക് വരുന്നത് അല്ലേ? ആക്ഷൻസ് ഹാബിറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹാബിറ്റ്സിൻ്റെ ഇംപ്രിൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇംപ്രിൻസാണ് നമ്മുടെ സംസ്കാരം എന്ന് നമ്മൾ ഓരോരുത്തരും പറയണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ മാനേജ് ചെയ്യണമെങ്കിൽ, നമ്മളിലൊരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ, നമ്മുടെ സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ, ടോട്ടൽ ലൈഫ് സിസ്റ്റത്തിലൊരു ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. തോട്ട്, ഫീലിംഗ്, അങ്ങനെയാണല്ലോ നമ്മൾ പറയില്ലേ, ഒരാളുടെ മുഖം കണ്ട ഇവരുടെ മനസ്സിൽ എന്തോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? കാരണം എന്താണ്? ഉള്ളിൽ എന്ത് തോട്ട്സ് നടക്കണോ അത് മുഖത്തിൽ, ഫീലിങ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉള്ളിലെ തോട്ട് ഉണ്ടാക്കിയ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് മുഖം കാണുമ്പോൾ അറിയാൻ കഴിയും അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, എന്താ ഒരു മൂഡ് ഓഫ്, എന്ത് പറ്റി? മുഖം മനസ്സിൻ്റെ കണ്ണാടിയെന്ന് പറയാറുണ്ട് അല്ലേ? കാരണം എന്താണ്? മനസ്സിൽ എങ്ങനെയുള്ള വിചാരങ്ങൾ നടക്കണോ അതുണ്ടാക്കുന്ന ഫീലിങ്സ് എവിടെ പ്രതിഫലിക്കും? നമ്മളുടെ മുഖത്തിൽ, നമ്മുടെ ആക്ടിവിറ്റിയിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ തോട്ട്, ഫീലിംഗ്, ആറ്റിറ്റ്യൂഡ്. ഇനി എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, എൻ്റെ മൂഡ് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും അന്നത്തെ എൻ്റെ ആക്ഷൻ, പെർഫോമൻസ് എല്ലാം അല്ലേ? ഇപ്പോൾ ഒരു ദിവസത്തിൽ അതുകൊണ്ട് നമുക്ക് സമയത്തെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു കർമ്മം ചെയ്യാൻ ഒരു ദിവസം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ 2 മണിക്കൂർ ചെയ്യേണ്ട ജോലി 1 മണിക്കൂറിലും ചെയ്യാം. ആ 2 മണിക്കൂർ ചെയ്യേണ്ടത് 4 മണിക്കൂറിലും ആയിത്തീരും. ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്? എൻ്റെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. എൻ്റെ മൂഡ് നല്ലതാണെങ്കിൽ 2 മണിക്കൂർ ചെയ്യേണ്ടത് 1 മണിക്കൂറിൽ ചെയ്ത് തീർക്കും. അതേസമയം എൻ്റെ മൂഡ് ശരിയില്ലെങ്കിലോ 2 മണിക്കൂറിന് 4 മണിക്കൂർ കിട്ടിയാലും എനിക്ക് എൻ്റെ ജോലി പൂർത്തിയാക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ജോലി ചെയ്തുകൊണ്ടിരിക്കും കൈകാലുകളിലൂടെ, മനസ്സ് അലഞ്ഞു തിരിഞ്ഞു. രാവിലെ ഹസ്ബൻഡും വൈഫും കൂടെ നമ്മളൊരു വഴക്കുണ്ടായിന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായിന്നിരിക്കട്ടെ, ആ മനസ്സുകൊണ്ട് നമ്മൾ ആ കിച്ചണിലേക്ക് പോണേ, അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോണേ. കൈകാലുകൾ കൊണ്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യും, പച്ചക്കറി നുറുക്കുക എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ മനസ്സിലെന്ത് വന്നുകൊണ്ടിരിക്കും? എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, എന്നാലും എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഞാൻ എന്തെല്ലാം ചെയ്തു, ഞാൻ എന്തെല്ലാം എങ്ങനെയെല്ലാം ചെയ്തു കൊടുക്കണു, എന്നിട്ടും എന്നോട് ഇങ്ങനെയല്ലേ ചെയ്ത്. അപ്പം ഈ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ ഓട്ടോമാറ്റിക്കലി സ്ലോ ആയി പോവും. കാരണം ഈ സെൻസ് ഓർഗൻസിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ മനസ്സാണ് അല്ലേ? ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. ബ്രെയിനിനും ഡയറക്ഷൻസ് കൊടുക്കുന്നത് ആരാണ്? ബ്രെയിനിനും ഡയറക്ഷന് കൊടുക്കാൻ ഒരാൾ വേണമല്ലോ. ബ്രെയിൻ എന്ന് പറയുന്ന ഒരു കൺട്രോൾ റൂം മാത്രമാണ്. പക്ഷേ കൺട്രോളറല്ല ഇതിനെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രെയിനിൻ്റെ ഉള്ളിലൊരു കൺട്രോളർ ഇരിപ്പുണ്ട്, ഈ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ കൺട്രോളർ. അതാരാണ്? ബ്രെയിൻ കൺട്രോളിങ് റൂം മാത്രമാണ് ബോഡിയിലെ. മരണസമയത്ത് നമ്മൾ അതല്ലേ കാണുന്നത്? ബ്രെയിനുണ്ട്, ബോഡി സിസ്റ്റം അതേപോലെ ഉണ്ട്, പക്ഷേ വർക്ക് ചെയ്യണില്ലല്ലോ. കണ്ണും കാണില്ല, കാതും കേൾക്കില്ല. എൻ്റെ അർത്ഥം എന്താണ്? മരണസമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത് എന്താണ്? ആ കൺട്രോളർ ആയിരിക്കണം. അതുകൊണ്ടാണ് കൺട്രോളിങ് റൂം അതേപോലെയുണ്ട്, ഓർഗൻസ് എല്ലാം അതേപോലെയുണ്ട്. പക്ഷെ കണ്ണുണ്ടെങ്കിലും കാണാൻ പറ്റില്ല. കണ്ണുണ്ട്, ബ്രെയിനും ഉണ്ട്, എന്തുകൊണ്ട് കാണുന്നില്ല? കണ്ണുണ്ട്,
കാതുമുണ്ട്, ബ്രെയിനും ഉണ്ട്, പക്ഷെ ഡെഡ് ബോഡിക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? ഈ ഓർഗൻസ് എല്ലാം പ്രവർത്തിക്കുന്നത്, ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന കറണ്ട്, കൺട്രോളർ, ടോട്ടൽ സിസ്റ്റത്തിന്റെ ഓവറോൾ കൺട്രോളറാണ് ബീയിങ്. അതാണ് ബീയിങ്. അതിനെയാണ് നമ്മൾ സ്പിരിച്വൽ ബീയിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സോൾ, സ്പിരിറ്റ്, ആത്മ, അല്ലെങ്കിൽ ഖുറാനിലെ റൂഹ് എന്ന് പറയും. ഇതെല്ലാം ഈ ബീയിങ് ആണ്. ആ ബീയിങ് പോയി കഴിഞ്ഞാൽ ഈ ഓർഗൻസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത്, പച്ചക്കറി മുറിക്കുമ്പോൾ നമുക്കെന്ത് തോന്നും? ഞാൻ കയ്യിൽ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കൈ കട്ട് ചെയ്യണില്ല. ഈ കൈക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനാ കട്ട് ചെയ്യണ. ഞാൻ ആരാ? ഞാൻ. നമ്മൾ പറയില്ലേ, ഞാൻ കണ്ടു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആരാ ഞാൻ? എൻ്റെ കൈ എന്നല്ലേ പറയണേ, എൻ്റെ കാല്, എൻ്റെ ശരീരം അല്ലേ? അപ്പൊ ഇതാരുടെയാ? ആരാ പറയണ ഇതെൻ്റെയാണ്? അപ്പൊ സിസ്റ്റർ പറയും ഇതെൻ്റെ സാരിയാണ്. ആണല്ലോ. അപ്പൊ ഇതിൻ്റെ ഉടമസ്ഥനാരാണ്? ഞാനാണ് അല്ലേ? അപ്പൊ ആരാ ഞാൻ? ഹു ആം ഐ? ഐ the being. I the being. I the being, the soul, the spirit. ആ സ്പിരിച്വൽ എനർജിയാണ് ഞാൻ. ഞാനാണ് എനർജി. എൻ്റേതാണ് ഈ സിസ്റ്റം, എൻ്റേതാണ് ഈ ഓർഗൻസ്. പക്ഷെ നമ്മുടെ ഉള്ളിലെ ഫീലിങ്സ് അതാ എന്താണ്? ഞാൻ 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 എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നടത്ത് ഇന്ന ആളാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എൻജിനീയറാണ്, ഞാൻ ഇത്രയും അറിവുള്ള ആളാണ്. മീൻസ് ടോട്ടൽ ബോഡി കോൺഷ്യസിലാണ് നമ്മളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡോക്ടറും എൻജിനീയറും ഹിന്ദുവും മുസൽമാനും കറുത്ത ശരീരവും വെളുത്ത ശരീരവും ഒക്കെ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാ. ഇത് നമ്മുടെ കോസ്റ്റ്യൂം മാത്രമാണ് അല്ലേ? പക്ഷെ ഈ കോസ്റ്റ്യൂം ഇട്ട് റോൾ അഭിനയിക്കുന്ന റോൾ, ആ പാർട്ട്ധാരി ആക്ടർ ആരാണ്? ആക്ടർ എന്ന് പറയുന്നത് ഞാനാണ്. എൻ്റെ ഒരു കോസ്റ്റ്യൂം മാത്രമാണ് ഇത്. സോ ഐ ദ ബീയിങ്, ഞാനാണ് ഈ ടോട്ടൽ സിസ്റ്റത്തിന്റെ മാലിക്, ഞാനാണ് ഇതിൻ്റെ യജമാനൻ. ആ കോൺഷ്യസ്നെസ് നമ്മുടെ വർക്ക് ആവണം. പക്ഷെ ഇപ്പം നമ്മൾ ആ കോൺഷ്യസ്നെസ് അല്ല ഉള്ളത്. ഇപ്പം നമ്മളിരിക്കുന്ന കോൺഷ്യസ്നെസ് ഏതാണ്? ഈഗോ കോൺഷ്യസ്നെസ് ആണ്. ടോട്ടലി ഈഗോയിസ്റ്റിക് ആയിപ്പോയി നമ്മൾ. ഏതിൻ്റെ ഈഗോ? ടോട്ടൽ ബോഡി സിസ്റ്റത്തിൻ്റെ ഈഗോ. ഞാൻ ഇന്നടത്ത് ഇന്ന ആളാണ്. ബോഡി കോൺഷ്യസ്നെസ് നമ്മൾ ഈഗോയിസ്റ്റിക് ആക്കി മാറ്റി. ഇപ്പം നമ്മൾ സ്ത്രീ ആണെങ്കിൽ നമ്മുടെ വിചാരം എന്താണ്? ഞാൻ സ്ത്രീയാണ്, ഇന്നടത്ത് ഇന്നയാളുടെ വൈഫാണ്, അല്ലെങ്കിൽ ഞാൻ ടീച്ചറാണ്, ഞാൻ പ്രിൻസിപ്പാളാണ്, ഞാൻ ഇത്ര എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ ഇത്ര സുന്ദരിയാണ്. നമുക്ക് കിട്ടിയ ഈ കോസ്റ്റ്യൂമിൻ്റെ നിറം, ഇതിൻ്റെ സൗന്ദര്യം, ഇതിന് കിട്ടിയ പൊസിഷൻ, ഇതിൻ്റെ കോൺഷ്യസ്നെസ് ആണ് നമ്മളെ. അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഞാൻ മുസൽമാനാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഓഫീസിൻ്റെ MD ആണ്, ഇന്നടത്തെ മാനേജറാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഈ കോസ്റ്റ്യൂം ഇട്ട് നമ്മൾ എന്ത് റോളാണോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കണേ, ആ റോൾ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വന്നു. നമ്മളിൽ നിന്ന് റിയൽ കോൺഷ്യസ്നെസ് പോയി. നമ്മുടെ റിയൽ കോൺഷ്യസ്നെസ് എന്താണ്? സോൾ കോൺഷ്യസ്നെസ്. കാരണം ഞാൻ ആക്ടറാണ്, ഇതിൻ്റെ റോളാണ്. നോക്കൂ, നമ്മൾ വീട്ടിൽ അമ്മയുടെ റോൾ അഭിനയിക്കണം ഉണ്ടല്ലോ. നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മൾ അമ്മയാണ്. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകുമ്പോൾ വൈഫാണ്. നമ്മൾ നമ്മുടെ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ മകളാണ്. ഒരു വണ്ടിയിൽ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യാണ്, അവിടെ നമ്മൾ ഒരു ട്രാവലർ മാത്രമാണ് അല്ലേ? അമ്മയുടെ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ പ്രൊഫഷൻ, ഞാൻ ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാൻ എൻജിനീയറാണ്, ഞാൻ ടീച്ചറാണ്. ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ മുന്നിൽ. വീട്ടിൽ വരുമ്പോൾ എൻ്റെ മക്കളുടെ മുന്നിൽ ഞാൻ ടീച്ചറല്ല, എൻ്റെ മക്കളുടെ മുന്നിൽ ഞാൻ ഡോക്ടറല്ല, എൻ്റെ മക്കൾക്ക് ഞാൻ അമ്മ മാത്രമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ കോൺഷ്യസ്നെസ് എന്താണ്? ഏതാണോ പ്രൊഫഷൻ, ഏത് പൊസിഷനിലാണോ ഇരിക്കണേ, ആ പൊസിഷന്റെ കോൺഷ്യസ് കൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ എൻ്റർ ആവണേ. പൊസിഷൻ എവിടെ വെക്കണം? നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് വെക്കണം. പക്ഷെ നമ്മൾ വീട്ടിൽ പോകുമ്പോഴും ആ കോൺഷ്യസ്നെസ്സിലാണ് പോണേ. വണ്ടിയിൽ കയറുമ്പോൾ, ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യണം, നമ്മളൊരു ട്രാവലർ മാത്രമാണ്. എൻജിനീയർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ബസ്സിൽ നമ്മളൊരു യാത്രക്കാരൻ മാത്രമാണ്. നമ്മൾ കടയിൽ സാധനം വാങ്ങാൻ പോവുക, അപ്പം നമ്മൾ ആരാണ്? ഒരു കസ്റ്റമർ മാത്രമാണ് അല്ലേ? പക്ഷെ നമ്മുടെ കോൺഷ്യസ്നെസ് എന്താണ്? എൻജിനീയർ ആണെങ്കിൽ ഞാൻ എൻജിനീയറാണ്, ഞാൻ എൻജിനീയറാണ്, അല്ലെങ്കിൽ ഞാൻ MD ആണ്, MD ഓഫീസിലെ. വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനാകേണ്ടടുത്ത് അച്ഛനാകണം, ഹസ്ബൻഡ് ആകേണ്ടടുത്ത് ഹസ്ബൻഡ് ആകണം. മീൻസ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകണം, നമ്മുടെ കോൺഷ്യസ്നെസ് ചേഞ്ച് ആകണം. അപ്പോഴേ കിട്ടിയ എല്ലാ റോളും ബെറ്ററായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ MD എന്ന് പറയുന്ന എൻ്റെ റോള് നന്നായിരിക്കും, പക്ഷെ അച്ഛൻ എന്ന് പറയുന്ന റോൾ ഒരു പക്ഷേ
അതുപോലെ ബെസ്റ്റായിട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ. അവിടെയാണ് അച്ഛൻ എന്ന നിലയിൽ എൻ്റെ മാനേജ്മെൻറ്റിൽ ഞാൻ ഫെയിലിയറാണ്. ഫാമിലിയിൽ അവിടെയാണ് ഫെയിലിയറായി പോകുന്നത്. അല്ലെങ്കിൽ മറ്റയൽക്കാരോടൊപ്പം ഉള്ള ബാക്കി വീട്ടിൽ നമ്മൾ വന്ന് താമസിക്കുക, അയൽക്കാരോടൊപ്പം നമുക്ക് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അവിടെ ഞാൻ MD ആണ്, അല്ലെങ്കിൽ ഞാൻ എൻജിനീയറാണ്, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്, ഇല്ല. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ സോൺലി പ്യുവർലി ഫ്രണ്ട്സാണ് നമ്മൾ. അതൊരു എൻജിനീയർ ആകാം, ഡോക്ടറാകാം, ഒരു കൂലിപ്പണിക്കാരനാകാം, തൊട്ടടുത്ത് താമസിക്കണേ. അവിടെ നമുക്ക് നെയ്ബറിങ് റിലേഷൻഷിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലേ? ആ കൂലിപ്പണിക്കാരനായിരിക്കും അടുത്തൊരു നേരം നമുക്ക് ചിലപ്പോൾ ഉപയോഗപ്പെടുന്നത്, ആ ഫ്രണ്ടായിരിക്കും. അതിൻ്റെ ഇപ്പുറത്ത് താമസിക്കുന്ന ഡോക്ടറും എൻജിനീയറും ഒരുപക്ഷെ നമുക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിലും ഈ ആൾ ഒരു നേരം നമുക്ക് നാളെ ഉപയോഗത്തിൽ വരും. ഈ നമ്മുടെ ഈ ഈഗോ കോൺഷ്യസ്നെസ് കാരണം നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനും നമുക്ക് കഴിയാതെ വരികയാണ്. അവിടെയാണ് ഫാമിലി സെറ്റപ്പിൽ, ഫാമിലി റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ തോറ്റുപോണേ. വൈഫ് തൻ്റെ ഈഗോയിൽ നിന്ന് താഴേക്ക് വരാനും റെഡിയല്ല, ഹസ്ബൻഡ് തൻ്റെ ഈഗോയിൽ നിന്ന് താഴേക്ക് വരാനും റെഡിയല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ക്ലാഷ് ആകും. അവിടെ മാനേജ് ചെയ്യാൻ പറ്റണില്ല, പകരം ക്ലാഷ് ആയി പോവാണ്. അതാണ് ഇന്ന് വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ആങ്കർ മാനേജ്മെൻറ്റ്, ഇതെല്ലാം ചേരുന്ന മാനേജ്മെൻ്റ് ഏതാണ്? നമ്മുടെ സെൽഫിൻ്റെ, മൈൻഡിൻ്റെ മാനേജ്മെൻറ്റാണ്. നമ്മുടെ മൈൻഡ് സിസ്റ്റം, നമ്മുടെ മൈൻഡ് സെറ്റപ്പാണ് ചേഞ്ച് ആകേണ്ടത്. നമ്മുടെ തിങ്കിങ് പാറ്റേണിൽ ഒരു ചേഞ്ച് വന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ കഴിയും.